ചിക്കൻ വരട്ടെ എങ്ങനെ ഇരിക്കും അതേ രുചിയാണ് ഈ മസാലക്കറിക്ക്. ഞങ്ങൾ മലപ്പുറംകാരുടെ സദ്യയിൽ മെയിൻ ആയിട്ട് വിളമ്പുന്ന ഒരു വിഭവമാണ് ഈ മസാലക്കറി. അടികട്ടിയുള്ള ഒരു ഉരുളിയെടുത്ത് കുറച്ചധികം സവാള നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും വറ്റൽമുളകും തേങ്ങാക്കൊത്തും വണ്ടിപ്പരിപ്പും കറിവേപ്പിലയും ചേർത്ത് കൂടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് സോയാബീനും നല്ല കട്ട തേങ്ങാപ്പാലും ചേർക്കണം. ഞാനിവിടെ ഫ്രീസറിൽ ബ്രില്ലാറിന്റെ ഗ്രേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ്. ഇത്തവണത്തെ ഓണത്തിന് കുറച്ചധികം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോൾ തേങ്ങ ചിരവി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പാക്കറ്റിന്റെ പുറകിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. നല്ല പൂ പോലത്തെ തേങ്ങ ചിരവിയത് നമുക്ക് കിട്ടും. ഇതിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് ഇതുപോലെ പിഴിഞ്ഞെടുത്താലേ നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാൽ കിട്ടും. ഇനി തേങ്ങാപ്പാലിന്റെ പകുതി അങ്ങോട്ട് ഒഴിച്ച് ഇച്ചിരി ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചതിലോട്ട് വേവിച്ച് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ചേർത്ത് കൂടെ ബാക്കിയുള്ള തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇനി മാറ്റി വെച്ചുള്ള ബ്രില്ലാറിന്റെ ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്ത് ഇച്ചിരി പെരിഞ്ചീരകം ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വറുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതും ചേർത്ത് കൂടെ ഇച്ചിരി നെയ്യും മല്ലിയിലയും ചേർത്ത് അങ്ങോട്ട് നല്ലപോലെ ഇളക്കിയെടുത്താൽ നല്ല മസാലക്കറി റെഡിയാണ്.